പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ഒരു സംസ്മരണമാണ് എടുക്കാൻ പോകുന്നത്. സംസ്മരൺ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. ആരുടെ ഓർമ്മക്കുറിപ്പാണിത്? അരുൺ ഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ. പിതാക്ക പ്രായശ്ചിത്, പിതാവിൻ്റെ പ്രായശ്ചിത്തം എന്നാണ് ഈ എന്താണ് പറയുക സംസ്മരണിൻ്റെ പേര്. ഇത് അനുവാദനം ചെയ്തിരിക്കുന്നത് അരവിന്ദ് ഗുപ്തയാണ്. അരുൺ ഗാന്ധിയാണ് ഈ സംസ്മരൺ. അരുൺ ഗാന്ധിയുടെ സംസ്മരണാണിത്. മണിലാൽ ഗാന്ധിയുടെ മകനാണ് അരുൺ ഗാന്ധി. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന്. ഉസ് സമയ മേ 16 ബരസ് കാ താ, ആ സമയത്ത് എനിക്ക് 16 വയസ്സായിരുന്നു. और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील दूर एक आश्रम में रहता था. 18 मील दूर. उस समय में 16 बरस का था. ആ സമയത്ത് എനിക്ക് 16 വയസ്സായിരുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരുടെ കൂടെ ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. ആശ്രം കോ മേരെ ദാദാജി മഹാത്മാഗാന്ധിനെ സ്ഥാപിത കിയാത, ഈ ആശ്രമം സ്ഥാപിച്ചത് എൻ്റെ ദാദാജി മഹാത്മാഗാന്ധിയായിരുന്നു. മുത്തശ്ശൻ, ദാദാജി മുത്തശ്ശനായ മഹാത്മാഗാന്ധിയായിരുന്നു ഈ ആശ്രമം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ആശ്രം ദൂർ ദരാജ് കെ ഇലാഖെ മേന്തെ, ആശ്രമം വളരെ ദൂരെയുള്ള ഒരു പ്രദേശത്തായിരുന്നു. ഇലാഖെ പ്രദേശം. വഹാൻ ദൂർ ദൂർ തക്ക് ബസ് ഗന്നെ കെ ഗേത്തത്, അവിടെ കുറേ ദൂരെ വരെ കരിമ്പിൻ തോട്ടമാണ് ഉണ്ടായിരുന്നത്. ഗന്ന കരിമ്പ്, ഗന്നയ്ക്ക് കേത്ത് കരിമ്പിൻ തോട്ടമാണ് ഉണ്ടായിരുന്നത്. ഷഹർ സെ ബഹുത് ദൂർ രഹനെ കെ കാരൺ വഹാ ഹമാരെ കോയി പടോസി നഹീ ഥേ, പട്ടണത്തിൽ നിന്നും വളരെ ദൂരെ ആയതുകൊണ്ട് കാരണത്താൽ അവിടെ ഞങ്ങൾക്ക് പടോസി അയൽക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇസ്ലിയേ मैं और मेरी 2 बहिनें हमेशा शहर जाने के इंतजार में रहते थे. ഇക്കാരണത്താൽ മേം और मेरी 2 ബഹിനെ, ഞാനും എൻ്റെ 2 ബഹിനെ സഹോദരിമാരും ഹമേശ എപ്പോഴും ഷഹർ ജാനേക്ക് പട്ടണത്തിലേക്ക് പോവാനുള്ള ഇന്തസാർമേരേത്തേതേ പ്രതീക്ഷയിലായിരുന്നു. പട്ടണത്തിലേക്ക് എപ്പോഴാണ് പോവാൻ പറ്റുക എന്നുള്ള അവസരം കാത്തിരിക്കുകയാണ് ഇവരല്ലേ. ആ പ്രതീക്ഷയിലാണ് അവര് ഉണ്ടായിരുന്നത്. ഹം ഷഹർ ജാനേക്ക് ഹർ മൗക്കെ കി തലാശ് മേ രഹത്തെ, ഞങ്ങള് പട്ടണത്തിലേക്ക് പോവാനുള്ള ഓരോ അവസരവും, തലാശ് അന്വേഷണം, ഓരോ അവസരത്തിന്റെയും മൗക്ക അവസരത്തിന്റെ അന്വേഷണത്തിലായിരിക്കും. ജിസ്സേ ഹം അപ്നെ മിത്രോം സേ മിൽ സകേ और साथ ही वहाँ के സിനിമാഘർ में ഫിലിമേം ദേഖ് സകേ. എന്തിനാണ് അവരങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്, പോവാൻ ആഗ്രഹിച്ചിരിക്കുന്നത്? ജിസ്സേ ഹം അപ്നെ, അവിടെ അവർക്ക് അവരുടെ സ്വന്തം മിത്രോം സേ മിൽ സകേ, അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റും. കൂടെ തന്നെ അവിടെയുള്ള സിനിമാഘർമേം, തിയേറ്ററിൽ നിന്ന് അവർക്ക് സിനിമയും കാണാൻ കഴിയും. അതുകൊണ്ടാണ് അവര് പട്ടണത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നത്. एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाऊं. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പിതാജി എന്നോട് പറഞ്ഞു, മേം ഉന്നേം, ഞാൻ അദ്ദേഹത്തിനെ കാറിൽ ഷഹർ ലേ ജാവും, പട്ടണത്തിലേക്ക് കൊണ്ടുപോകണം. ഉൻകി വഹാ പൂരേ ദിൻ കി ഏക് മീറ്റിംഗ് ദി, അദ്ദേഹത്തിന് അവിടെ
വഹാ പൂരേ ദിനിക്ക് പകല് മുഴുവൻ ഏക്ക് മീറ്റിംഗ് ദി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മുജെ ഐസേ ഹി മൗക്കേക്ക് തലാശ് മേന്തി ഞാൻ അങ്ങനെ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. തലാശ് അന്വേഷണം, അങ്ങനെയുള്ളൊരു അവസരത്തിന്റെ അന്വേഷണത്തിലായിരുന്നു ഞാൻ. ക്യോങ്കി മേ ഷഹർ ജാ രഹാ താ മാംനെ मुझे सामान लाने की एक लंबी लिस्ट दमा दी. क्योंकि मैं शहर जा रहा था. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ മേ ഷഹർ ജാ രഹാ താ ഞാൻ പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു. മാംനെ ആ സമയത്ത് അമ്മ എനിക്ക് മുझे സാമാൻ ലാനേക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു നീണ്ട ലിസ്റ്റ്, ലംബി നീണ്ട ലിസ്റ്റ് എന്നെ ഏൽപ്പിച്ചു. ഷഹർ മേ മുझे പൂരാ ദിൻ ബിതാനാ താ ആ ഒരു ദിവസം മുഴുവൻ എനിക്ക് പട്ടണത്തിൽ ചിലവഴിക്കേണ്ടതായിരുന്നു. ഇസിലിയെ പിതാജീനെ മുझसे वहां कई बकाया कामों को पूरा करने को कहा. ഇതുകൊണ്ട് തന്നെ പിതാജി എന്നോട് അവിടെയുള്ള പല ജോലികളും അദ്ദേഹം ബാക്കിയുള്ള ജോലികളൊക്കെ കാമോക്കോ പൂരാ കർണേക്കോ കഹ പൂർത്തീകരിക്കാൻ വേണ്ടി പറഞ്ഞു. ഇസ്മേ കാർ കി സർവീസിംഗ് ബി ഷാമിൽ ദി അതിന്റെ കൂട്ടത്തിൽ കാർ സർവീസിംഗ് കൂടെ ഉണ്ടായിരുന്നു. मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. ഞാൻ പിതാജിയെ മീറ്റിംഗിന്റെ സ്ഥലത്ത് വിട്ടു. അദ്ദേഹം ആ സമയത്ത് എന്നോട് പറഞ്ഞു 5 മണിയാകുമ്പോൾ തിരിച്ചെത്തണമെന്ന്. ബതായേ ഗയേ കാമോ കോ ഫട്ടാഫട്ട് നിബട്ടാനെ കെ ബാദ് പറഞ്ഞേൽപ്പിച്ച ജോലികളെല്ലാം ഫട്ടാഫട്ട് പെട്ടെന്ന് നിബട്ടാനെ നിർവഹിച്ചതിനു ശേഷം മേ ജഡ് സേ സിനിമാഘർ മേ ഘുസ് ഗയ ഞാൻ പെട്ടെന്ന് തന്നെ സിനിമാഘറിൽ പ്രവേശിച്ചു. വഹാം ജാൻ ബാൻ की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा. വഹാം അവിടെ ജാൻ ബെന്നിന്റെ ഒരു ദിൽചസ്പി വളരെയധികം മനസ്സിന് ഇഷ്ടപ്പെട്ട ഫിലിം കണ്ടുകൊണ്ടിരിക്കെ മുझे സമയ്ക്ക എനിക്ക് സമയത്തിന്റെ ബിൽക്കുൽ ധ്യാൻ തികച്ചും ഓർമ്മയുണ്ടായില്ല. സമയം പോകുന്നത് ഞാൻ അറിഞ്ഞില്ല. സിനിമ കണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സമയം പോകുന്നത് അറിഞ്ഞില്ല. അതിന്റെ ഒരു ബോധം എനിക്ക് ഉണ്ടായില്ല. और जब ध्यान आया तब तक शाम के 5:30 ചുക്കെ थे. എപ്പോഴാണോ എനിക്ക് ഓർമ്മ വന്നത് അപ്പോഴേക്കും സമയം 5:30 പറഞ്ഞ 5:30, സാഡേ പറഞ്ഞ അര, 5:05 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് എത്താനാണ് അച്ഛൻ പറഞ്ഞത് അല്ലേ. പക്ഷേ അവന് പെട്ടെന്ന് ഓർമ്മ വന്ന സമയത്ത് സമയം 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ജബ് മേ പിതാജി കെ പാസ് പഹുഞ്ച തബ് തക്ക് ശാം കെ 6 ബജ് ചുക്കെ थे. ഞാൻ എൻ്റെ പിതാജിയുടെ അടുത്തെത്തിയപ്പോഴേക്കും സമയം 6 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിതാജി ബേസബ്രി സെ മേര ഇന്തസാർ കർ രഹേ थे. പിതാജി അക്ഷമനായിട്ട് എന്റെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. ഇന്തസാർ പ്രതീക്ഷ, എന്റെ പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിതാജി. ഉനോനെ ഉത്സുകതാപൂർവക പൂച്ച അദ്ദേഹം ഉത്സുകതയോട് കൂടിയിട്ട് എന്നോട് ചോദിച്ചു തും ലേറ്റ് ക്യോं हुए നീ എന്താണ് ലേറ്റ് ആയത്. उन्हें यह बताते हुए मुझे बहुत शर्म आई कि मैं जॉन बन की एक पश्चिमी फिल्म देख रहा था. ഞാൻ ജോൺ ബെന്നിന്റെ പശ്ചിമി ഫിലിം കണ്ടിരിക്കുകയായിരുന്നു എന്ന കാര്യം അച്ഛനോട് പറയാൻ എനിക്ക് ലജ്ജ തോന്നി. ഇസ്ലിയെ മേനെ കഹ് ദിയാ കി കാർ തയ്യാർ നഹീ തി. അതുകൊണ്ട് ഞാനൊരു കള്ളം പറഞ്ഞു, കാറ് ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഇസ്ലിയെ മുझे വഹാം ദേർ ഹോ ഗയി. അതുകൊണ്ടാണ് ഞാൻ നേരം വൈകിയത് എന്ന് ഒരു കള്ളം പറഞ്ഞു. मुझे इस बात का कोई अंदाजा नहीं था कि पिताजी पहले की गैरेज की फोन कर चुके थे. പക്ഷേ എനിക്ക് ഇതിന്റെ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. പിതാജി ആദ്യം തന്നെ ഗാരേജിലേക്ക് ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അസലിയത്ത് സേ വാക്കിഫ് ദേ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു.
വേ മേരെ ജൂട്ട് കോ ജാൻ ചുക്കേ ദേ പർ ബോലെ. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലായി. എങ്കിലും അദ്ദേഹം പറഞ്ഞു, ജിസ് തരഹ് സേ മേനെ തുമേ ബഡാ കിയാ ഹേ ഉസ്മേ മുജ്സേ കോയി ബാരി ചൂക്ക് ഹുയി. എപ്രകാരമാണോ ഞാൻ നിന്നെ വലുതാക്കിയത്, വളർത്തി വലുതാക്കിയതിൽ ഉസ്മേ മുജ്സേ കോയി ബാരി ചൂക്ക് ഹുയി, അതിൽ എനിക്ക് വളരെ വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു. मैंने तुम्हें सच बोलने का ആത്മവിശ്വാസ് नहीं दिया है. ഞാൻ നിനക്ക് സത്യം പറയാനുള്ള ആത്മവിശ്വാസം നൽകിയില്ല. अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूंगा. मैं घर तक की 18 मील की दूरी, ഞാൻ വീട് വരെയുള്ള 18 കിലോമീറ്റർ ദൂരം കാൽനടയായിട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നടന്നു പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 18 കിലോമീറ്റർ ദൂരം, വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു. സൂട്ട് ബൂട്ട് പഹനെ പിതാജിനെ ചലന ശുരു കിയ. സൂട്ടും ബൂട്ടൊക്കെ ധരിച്ചിട്ട് പിതാജി നടക്കാൻ തുടങ്ങി. അന്ധേര ഹോ ചുക്കാത, ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഔർ ജാദാതർ രാസ്ത കച്ചാത, കൂടുതൽ വഴികളും രാസ്ത കച്ചാത, പാകമല്ലാത്തതായിരുന്നു. സടക്ക് സുൻസാൻ തി, റോഡ് വിജനമായിരുന്നു. ഔർ വഹാം കോയി രോഷനി ബി നഹി തി, അവിടെ എങ്ങും ഒരു പ്രകാശവും ഉണ്ടായിരുന്നില്ല. मैं पिताजी को अकेला नहीं छोड़ सकता था. എനിക്ക് പിതാജിയെ ഒറ്റയ്ക്ക് വിടാൻ തോന്നിയില്ല. इसलिए 5.5 घंटे तक मैं उनके पीछे पीछे धीमी गति से कार चलाता रहा. ഇതുകൊണ്ട് തന്നെ 5.5 മണിക്കൂർ സമയം വരെ ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ പതുക്കെ കാറ് ചലിപ്പിച്ചു കൊണ്ടേയിരുന്നു. और मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा. എന്റെ കളവിന് പിതാജി പ്രായശ്ചിത്തം ചെയ്യുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. उस दिन मैंने ജീവൻ കാ ഏക് അഹം നിർണയ ലിയ. ആ ദിവസം ഞാൻ ജീവിതത്തിൽ ഒരു അഹം നിർണയ ലിയ, ഒരു പ്രധാന തീരുമാനം എടുത്തു. മേ കബി ബി ജൂട്ട് നഹി ബോലൂങ്ക, ഞാൻ ഒരിക്കലും കള്ളം പറയില്ല എന്ന ഒരു തീരുമാനം എടുത്തു. मैं अक्सर इस घटना के बारे में सोचता हूँ. अगर पिताजी ने मुझे अन्य बालकों की तरह सजा दी होती तो क्या मैंने कोई सबक सीखा होता. मुझे अन्य बालकों की तरह सजा दी होती तो, പക്ഷേ എൻ്റെ പിതാജി എന്നെ മറ്റ് പാലകന്മാരെ പോലെ, അതായത് മറ്റ് രക്ഷിതാക്കളെ പോലെ എനിക്ക് ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ, എന്നെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ, മേനെ കോയി സബക്ക് സീക്കാ ഹോത്ത, എനിക്ക് ഒരു ഗുണപാഠവും എനിക്ക് അതിൽ പഠിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഷായദ് നഹീൻ സജാ രഹിനെ, ഒരിക്കലുമില്ല, അദ്ദേഹം അങ്ങനെ എന്നെ അടിച്ചിരുന്നുവെങ്കിൽ എനിക്ക് അതിൽ നിന്ന് ഒന്നും പഠിക്കാൻ സാധിക്കുമായിരുന്നില്ല. शायद नहीं, ഒരിക്കലുമില്ല. സജാ രഹിനെ കെ ബാദ് ഭി मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होती. അദ്ദേഹം എന്നെ അടിക്കുമായിരുന്നുവെങ്കിൽ ആ അടി കൊണ്ടതിനു ശേഷവും ഞാൻ എൻ്റെ കള്ളം പറയുക എന്ന സ്വഭാവം തുടരുമായിരുന്നു. परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ. പക്ഷേ അതിന് പകരം ഉസ് അഹിംസക ഘടനാക്ക, ഈ അഹിംസാപരമായിട്ടുള്ള സംഭവത്തിന്റെ മേരെ ഊപ്പർ ബഹുത്ത് ഗഹര, എൻ്റെ ഊപ്പർ ബഹുത്ത് ഗഹര അസർ ഹുവ, എനിക്ക് വളരെയധികം ആഴത്തിൽ സന്തോഷമുണ്ടായി. മുझे लगता है ജൈസേ യഹ് ഘടന കൽ ഹി ഘടി ഹോ, എനിക്ക് തോന്നുകയാണ് ഈ സംഭവം ഇന്നലെ നടന്നതാണോ എന്ന്. അഹിംസക്ക് യഹി ശക്തി ഹെ, അഹിംസക്ക് ഇത്രയും ശക്തിയുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അരുൺ ഗാന്ധി കള്ളം പറഞ്ഞു അച്ഛനോട്.
എന്താണ് അച്ഛനോട് അരുങ്കാന്തികള്ളം പറഞ്ഞത്? കാറ് തയ്യാറായിരുന്നില്ല, അതുകൊണ്ടാണ് സമയത്തിന് എത്താഞ്ഞതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതിന് സ്വന്തം മകൻ പറഞ്ഞ തെറ്റിന് അച്ഛൻ സ്വയം പ്രായശ്ചിത്തം അനുഭവിക്കുന്നതാണിത്. അതാണ് പിതാവ് പ്രായശ്ചിത്തം ചെയ്യാണ് മകന്റെ തെറ്റിന്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ചാപ്റ്റർ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. മീനിങ് ഇവിടെ കൊടുക്കുന്നുണ്ട്, അതുകൂടെ നിങ്ങൾ നോക്കി പഠിക്കുക. ഓക്കെ.